മാത്രമല്ല ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. മാഷോടെ പറഞ്ഞു, മാഷേ എനിക്ക് നിങ്ങൾ ഈ നയത്തോടെ എനിക്ക് യോജിപ്പില്ല. മാഷോടെ തന്നെ പറഞ്ഞു, ഇതിനോട് എനിക്ക് യോജിപ്പില്ല. 3 തവണ MLA ആയിരിക്കും, 4ാമത്തെ തവണ ആ കസേരയിലേക്ക് ഭാര്യയെ പിടിച്ചിരിക്കുന്ന നയത്തോട് എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ എന്നെ കിട്ടില്ല, എനിക്ക് സാധിക്കില്ല. കുറച്ച് രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് പറഞ്ഞത്. എനിക്കാവില്ല, കാരണം എനിക്കിതിനോട് യോജിപ്പില്ല. കാരണം നിങ്ങൾക്ക് നമ്മളെ പാർട്ടിയുടെ ചരിത്രം എങ്ങനെയാണെന്ന് അറിയുമെന്നറിയില്ല. കാരണം ഇപ്പോൾ 2 ടേം ആയാൽ പിന്നെ മത്സരം പാടില്ല എന്നാണ്. അങ്ങനെയാണല്ലോ ശംസീറിനാടുന്ന് ഒഴിവാക്കിയല്ലോ. എന്നാൽ ഇവിടെ എന്താ ഉണ്ടായത്? 2 ടേമല്ല, 3 ടേമായിട്ട് MLA ആയിട്ട് 4ാമത്തെ ടേം അതെൻ്റെ ഭാര്യയെ കൊടുക്കണം. എൻ്റെ ഭാര്യ അതിൻ്റെ അർത്ഥം എന്താ? 4ാമത് ഞാനായിരിക്കണം. പക്ഷേ ഇപ്പോൾ സെക്രട്ടറി ആയതുകൊണ്ട് ആവാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് ഭാര്യനെ MLA ആക്കാൻ വേണ്ടിയിട്ട് അവിടെ ശ്രമം നടന്നു. ഇതിനെ രൂക്ഷമായിട്ട് ഞാൻ എതിർത്തിട്ടുണ്ട്. എൻ്റെ നിലപാട് ഞാൻ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് ഈ രംഗത്ത്, തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രവർത്തിക്കാൻ വേണ്ടി സാധിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പിന്നെ യോഗത്തിന് പോയില്ല. DC യോഗത്തിൽ പിന്നീട് പങ്കെടുക്കുന്നതിന്, പക്ഷേ അവരതിൽ DC പങ്കെടുത്തു. DC യോഗത്തിൽ പോയി. ആ DC യോഗത്തിൽ ഞാനാണ് അധ്യക്ഷം വഹിക്കുന്നത്. അധ്യക്ഷം വഹിച്ചത് ഞാനാണ്. എൻ്റെ അധ്യക്ഷതയിലാണ് DC യോഗം ചെയ്യുന്നത്. അവിടെ രൂക്ഷമായ വിമർശനം ഉയർന്നു വന്നു. DC-യിൽ അവർ DC മെമ്പർമാർ. ഞാനാണ് അധ്യക്ഷൻ. എൻ്റെ അടുത്ത് ഗോവിന്ദ മാഷ് ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ ഉയർന്നു വന്നപ്പോൾ ഞാൻ മാഷോട് പറഞ്ഞു, മാഷ് ഒരു കാര്യം, ഞാനൊന്ന് ഇടപെട്ടോട്ടെ, ഒന്ന് നിയന്ത്രിച്ചോട്ടെ. കാരണം അത്രയും വലിയ ചർച്ചയാണ്, ഭയങ്കരമായ ചർച്ചയാണ്. ഞാനൊന്ന് മാഷ് പറഞ്ഞു വേണ്ട, ഒരു നടത്തിക്കോട്ടെ. അത്രയും വലിയ ചർച്ച അവിടെ നടന്നു. അത് കഴിഞ്ഞ് മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. ഞങ്ങൾ ജനാധിപത്യ രീതിയാണ്, മണ്ഡലം കമ്മിറ്റിയിൽ റിപ്പോർട്ട് ചെയ്യണം. മണ്ഡലം കമ്മിറ്റി റിപ്പോർട്ട് ചെയ്തു. അവിടെ പങ്കെടുത്ത ആളെ കൂട്ടത്തിൽ 3 പേരൊഴികെ, മണ്ഡലം കമ്മിറ്റിയിൽ 3 പേരൊഴികെ മുഴുവൻ ആളുകളും രൂക്ഷമായ വിമർശനം എത്തി ഗോവിന്ദ മാഷ് ഇരുത്തിക്കൊണ്ട്. ആരൊക്കെയുണ്ട്? MV രാജൻ, P ജയരാജൻ, KK രാഗേഷ്, എല്ലാവരും ഇരിക്കുന്നുണ്ട്. അവിടെ MV മാഷ് യഥാർത്ഥത്തിൽ ആ യോഗത്തിൽ പോട്ടെ, കാര്യം തന്നെയില്ല. പക്ഷേ അയാൾ പോയി നല്ലോണം കേട്ടു. മുഴുവൻ ഇന്ന് വരെ ഇത്രയും രൂക്ഷമായ വിമർശനം ഞങ്ങളുടെ പാർട്ടിയിൽ ഉണ്ടായിട്ടില്ല. പ്രത്യേകിച്ച് നേതാക്കന്മാർ ഇരുത്തി ഇത്രയും വലിയ വിമർശനം ഉണ്ടായിട്ടില്ല. അങ്ങനെയാണ് ഈ വിമർശനം എല്ലാം കേട്ടു. ഇതെല്ലാം കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി. പിന്നെ ആളുകൾ അങ്ങനെ പിന്നെ അതിലൊന്നും മാറ്റം വരലുണ്ടാവില്ല. പാർട്ടിയിലുള്ളിലെ ജനാധിപത്യം നേട്ട് നല്ല നല്ല രീതി തന്നെയാണ്. പക്ഷേ അവിടെ പറഞ്ഞു കേട്ട അഭിപ്രായമൊന്നും പാർട്ടി പരിഗണിക്കില്ല. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സെക്രട്ടേറിയറ്റിൻ്റെ അഭിപ്രായം, ജില്ലാ അഭിപ്രായം കേട്ടാൽ തന്നെ പരിഗണിക്കുകയാണെങ്കിൽ തന്നെ സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. അതെല്ലാം പോട്ടെ, അവസാനം DC-യുടെ അഭിപ്രായം കേട്ടാലെങ്കിലും സ്ഥാനാർത്ഥി മാറേണ്ടതാണ്. എല്ലാവർക്കും പ്രതീക്ഷയായിരുന്നു മാറും. കാരണം അപകടമാണ്, തളിപ്പുമ്പോൾ തോൽക്കുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞത്, തളിപ്പുമ്പോൾ പിടിച്ച് നമുക്ക് കിട്ടില്ല. അതൊന്നും അംഗീകരിച്ചില്ല. എന്നാൽ ഞങ്ങളുടെ രീതി പ്രകാരമാണെങ്കിൽ മണ്ഡലം കമ്മിറ്റിയിൽ ഒറ്റക്കെട്ട അഭിപ്രായം വരുന്നുണ്ടെങ്കിൽ പുനഃപരിശോധിക്കണം എന്നാണ്. അങ്ങനെയാണ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിശ്ചയിക്കുന്നത്. വാർഡ് കമ്മിറ്റി റിപ്പോർട്ട് ചെയ്യും. വാർഡ് കമ്മിറ്റിയിൽ നിന്ന് വലിയ തോതിൽ എതിർപ്പ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ പുനഃപരിശോധിക്കുന്ന സ്ഥാനാർത്ഥിനെന്നാണ്. എന്നാൽ ഈ മണ്ഡലം കമ്മിറ്റിയിൽ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടും ഒരു പുനഃപരിശോധനയും പാർട്ടിയിലുണ്ടായില്ല. ഇത് അടിച്ചേൽപ്പിച്ചു. ഇങ്ങനെ വന്നപ്പോൾ പറഞ്ഞു, ഇനി ഈ പാർട്ടിയിൽ നിൽക്കാൻ എനിക്ക് സാധിക്കില്ല, ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കാം. കാരണം അത് പറഞ്ഞതുകൊണ്ട് അത് വളരെ വൈകാരികമായൊരു പ്രശ്നമാണ് എന്നെ സംബന്ധിച്ച്. കാരണം 10-60 വർഷക്കാലം, 55 വർഷക്കാലം മെമ്പർഷിപ്പിലും അതിൽ 25 വയസ്സ് മുതൽ നേതൃസ്ഥാനത്തും പ്രവർത്തിച്ചിട്ടുള്ള ആളാണ് ഞാൻ. പാർട്ടി നേതൃസ്ഥാനത്ത് 25 വയസ്സ് മുതൽ. എനിക്ക് ഈ കണ്ണൂർ ജില്ലയിലെ ജനങ്ങളുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് പ്രതികരിക്കാൻ പറ്റാത്ത ബന്ധം. അതൊക്കെ ജില്ലയിൽ മൊത്തം ജില്ലയുടെ, പ്രത്യേകിച്ചും തളിപ്പറമ്പ്, മയ്യിൽ, ആലക്കോട്, ശ്രീകണ്ഠാപുരം തുടങ്ങിയിട്ടുള്ള ഏരിയയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഓരോരാളും ഞാനുമായിട്ട് അത്രയും ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ഈ പാർട്ടിയായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? ഈ ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഞാൻ വിച്ഛേദിക്കപ്പെടും. കാരണം ഞാൻ പാർട്ടിക്കാരനല്ല. എന്നെ ജനങ്ങൾ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കാരനായതുകൊണ്ടാണ്. ജനങ്ങളായിട്ടുള്ള എൻ്റെ ബന്ധം ഉണ്ടായിട്ടില്ലെങ്കിൽ ഞാൻ പാർട്ടിക്കാരനായതുകൊണ്ടാണ്. അതെല്ലാമാണ് എനിക്ക് ഉപേക്ഷിക്കേണ്ടത്. പക്ഷേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടാവേണ്ടുന്ന ചില
നിലനിൽക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയല്ല. പിന്നെ ഞാൻ തീരുമാനിക്കും ആരാ സ്ഥാനാർത്ഥി, എൻ്റെ ഭാര്യ സ്ഥാനാർത്ഥിയാണെന്ന് ഞാൻ തീരുമാനിച്ചാൽ അത് തന്നെ തീരുമാനം എന്ന നില വരുന്നത് പാർട്ടിയെ തകർക്കും. അപ്പോൾ പിന്നെ പാർട്ടിക്കകത്ത് നിന്ന് ഞാൻ ഇതെല്ലാം പറഞ്ഞു. പക്ഷേ ഒരാളും മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. പിന്നെന്താ ചെയ്യുക? പാർട്ടിക്ക് അകത്ത് പൊരുതിയിട്ട് നടക്കുന്നില്ലേ, പിന്നെന്താ ചെയ്യുക? ഒന്ന് പിന്നീട് ഈ പറയുന്നതിന് കേട്ട് കീഴ്വഴങ്ങി വണങ്ങി അവിടെ നിൽക്കണം. അല്ല പിന്നെ ഞാനിപ്പോൾ എടുക്കുന്ന നിലപാട് പോലെ പാർട്ടി വിട്ടുപോകണം. ഏത് വേണമെന്നുള്ള കാര്യത്തിൽ കുറേയേറെ ചർച്ച നടത്തി ആരോടെ ഞാൻ തന്നെ ചർച്ച ചെയ്തു. എനിക്ക് അത്രയും വലിയ ബന്ധമാണ്. അപ്പോൾ നമ്മളെ ഇവരെല്ലാം കല്യാണം ഇരിക്കുന്നല്ലോ, അവിടെയെല്ലാം ഓരോ കുടുംബമായിട്ട് ബന്ധമാണ്. അപ്പോൾ എനിക്ക് ഇതെല്ലാം വരുന്ന ഒരു പ്രശ്നത്തിൽ ഞാൻ കുറേ ആലോചിച്ചു. അപ്പോൾ ആലോചിച്ചപ്പോഴും ഈ അനീതിയെ ചേർക്കുന്നില്ലെങ്കിൽ തളിപ്പറമ്പിലെ പാർട്ടി ഇല്ലാണ്ടാവും. ഇത് അനീതിയാണ്. പിന്നെ ഗോവിന്ദമാഷ് എം എൽ എ ആയതിനു ശേഷം ഉണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ഞാനതിൽ ആരോപണമായിട്ടും ഞാൻ ചെയ്യും. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. സാധാരണയായിട്ട് ഈ മണ്ഡലത്തിലുണ്ടാകുന്ന പ്രവർത്തനങ്ങൾ, മണ്ഡലത്തിലെ ഫണ്ട് വിഭജനം, ഇതെല്ലാം തന്നെ അസംബ്ലി മണ്ഡലം പാർട്ടി കമ്മിറ്റിയിൽ പറയും. MP ഗോവിന്ദമാഷ് എം എൽ എ അതിനിപ്പോൾ പതിവില്ല. ജെയിംസ് മാത്യു എം എൽ എ ആയിരുന്ന സമയത്ത് ഞാൻ തന്നെയാണ് അസംബ്ലി പാർട്ടി കമ്മിറ്റി സെക്രട്ടറി. അപ്പോൾ അസംബ്ലി പാർട്ടി കമ്മിറ്റി വിളിച്ച് നമ്മളെന്ത് പറയും, ഇന്ന് ഇത്ര റോഡുണ്ട്, അത് ഇന്ന സ്ഥലത്ത് കൊടുക്കണം, ഇന്ന സ്ഥലത്ത് കൊടുക്കണം തീരുമാനിക്കും. അതുപോലെ തന്നെ MLA എന്നുള്ള നടത്തിയ പ്രവർത്തനങ്ങളുടെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യാൻ നമ്മൾ ആളെ നിശ്ചയിക്കും. അസംബ്ലി മണ്ഡലം കമ്മിറ്റിയിൽ ഓഡിറ്റ് ചെയ്യാൻ നിശ്ചയിക്കും. ഓഡിറ്റ് ചെയ്തിട്ടുള്ള കണക്ക് പിന്നീട് കമ്മിറ്റിയിൽ വെക്കും. അങ്ങനെ കൃത്യമായി ചെലവ് ചെയ്ത കണക്കിൻ്റെ ഓഡിറ്റ് ചെയ്ത് കണക്ക് വെച്ച് വികസനം MLA ഫണ്ട് ഉൾപ്പെടെയുള്ള ഫണ്ടുകൾ എങ്ങനെ വിനിയോഗിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ഈ മണ്ഡല കമ്മിറ്റിയിൽ ആലോചിച്ചിട്ടാണ് തീരുമാനിച്ചത്. ഇതാണ് പാർട്ടി രീതി. MP ഗോവിന്ദമാഷ് സെക്രട്ടറി ആയതിനു ശേഷം അങ്ങനെ മണ്ഡലം കമ്മിറ്റിയിൽ ഇങ്ങനെയൊരു രീതി ഉണ്ടായിട്ടില്ല. എനിക്കറിയാലോ, എനിക്കാണല്ലോ അടുത്ത ഏരിയ കമ്മിറ്റിയും ചുമതല എനക്കാണ്, മണ്ഡലം കമ്മിറ്റിയും ചുമതല എനക്കാണ്. ഈ രീതി ഉണ്ടായിട്ടില്ല. അവിടെ കങ്കയമായിട്ട് നടന്ന ഇതുണ്ട്, എന്താ പറയുക, ഹാപ്പിനെസ്, ഭയങ്കര ഒരു ഹാപ്പിനെസ്സാണ്. സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ ഒരു ചാർജ് വഹിക്കുന്ന ഒരു ഏരിയ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, അവിടെ അസംബ്ലി മണ്ഡലത്തിൽ ചാർജ് വഹിക്കുന്ന ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറല്ലേ, അവിടെ മണ്ഡലത്തിൽ ഇങ്ങനൊരു പരിപാടി ഹാപ്പിനെസ് നടക്കുമ്പോൾ മാഷൊക്കെ ഒന്ന് എന്നോട് പറയാലോ. ഇപ്പോൾ ടീക്കെ ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങൾ ഒന്നിച്ച് ഒരു പ്രവർത്തനം നടത്തി അത്ര സ്നേഹത്തിൽ കഴിഞ്ഞിട്ടുള്ള ഞാനും മാഷമാണ്. ഒരു വിരോധം എനിക്ക് അയാളോടോ അയാൾക്ക് എന്നോടിപ്പോൾ വിരോധം ഉണ്ടാകാനിടയായ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ പറയുന്ന രീതിയിൽ, അതായത് മാഷ് ഈ ഒരു കാര്യം എന്നോട് ഈ ഹാപ്പിനെസ് ആണ്, നീ ഒന്ന് വേണ്ടപ്പെട്ട കാര്യങ്ങളിൽ ചെയ്യണം, നോക്കണം, അല്ലെങ്കിൽ അത് പാർട്ടി മണ്ഡലം കമ്മിറ്റി പറയാം ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട്, ഒന്നും പറയാറില്ല. അയാൾ ചില ആളുകളെ വിളിച്ചു ചേർക്കും. അതിൽ കുറേ സിനിമാക്കാരുണ്ടാവും. സിനിമാക്കാരൊക്കെ ആയിരുന്നു ഇയാൾക്ക് ബന്ധമില്ല, അത് നിങ്ങൾക്കറിയില്ല ആർക്കാണ് ബന്ധം എന്നുള്ളത്. അങ്ങനെ കുറച്ച് ആളുകളൊക്കെ കൂടി ചേർത്ത് അവർക്കിഷ്ടമുള്ള കുറേ ആളുകൾ ചേർത്ത് കോടിക്കണക്കിന് ഉറുപ്പികയുടെ ചെലവ് ചെയ്തിട്ടുള്ള ഹാപ്പിനെസ് നടന്നു. അതിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു, ഗവൺമെൻറ് ഗ്രാൻഡ് ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു. ഇതൊക്കെ കേൾക്കലാണ്. ഇതൊന്നും എവിടെയും ഒരു കണക്കും അറിയുന്ന അവസ്ഥയുണ്ടായിട്ടില്ല. ഇതൊന്നും ആയിക്കോട്ടെ, അവർ നടത്തിക്കോട്ടെ, അതിലൊന്നും എനിക്ക് ആക്ഷേപം ഉണ്ടായില്ല. പക്ഷേ ഇതൊരു രീതിയാണോ, ഇത് സംഘടനാപരമായ രീതി ശരിയല്ലല്ലോ എന്ന കാര്യം ഞാൻ പറയാറുണ്ട്. മറ്റ് ഭാഷയിൽ നിലപാടിനൊന്നും ഞാൻ എതിർത്ത് പോയിട്ടില്ല.